അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ബർണാമിജാണ്. ഒരു പത്രത്തിൽ ഒരു പരസ്യം തന്നിട്ട്, അല്ലെങ്കിൽ ഒരു നന്ദി പ്രസംഗം നമുക്ക് തന്നിട്ട്, ഒരു ബർണാമിജ്, ഒരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുവാനുള്ള ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. നഖറഇൽ ഖുതുബത്തി ശുക്ർ വ നുഇദ് ബർനാമിജ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ നന്ദി പ്രഭാഷണമാണ്, ആ പ്രഭാഷണം വായിക്കാം, എന്നിട്ട് ഒരു ബർനാമിജ് തയ്യാറാക്കാം, ഒരു പ്രോഗ്രാം നോട്ടീസ് ഷെഡ്യൂൾ തയ്യാറാക്കാം. അങ്ങനെ അൽഖ ഹംദാൻ കെലിമത്തു ശുക്ർ. ആരാണ് കെലിമത്തു ശുക്ർ? നന്ദി പറഞ്ഞത് ആരാണ്? അത് ഹംദാനാണ്. ഫി ഹഫ്ലത്തി തസ്ലീമിൽ ബൈത്തിൽ ജദീദ്. ഒരു വീടിന്റെ താക്കോൽ ദാനവുമായി ബന്ധപ്പെട്ട, വീടിന്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. കുട്ടികൾ തയ്യാറാക്കിയ ഒരു വീട് അതിന് യോജിച്ച ഒരാൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന്റെ നന്ദി സംഭാഷണമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അയ്യുഹൽ ആയിസ. നന്ദി ഭാഷണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അയ്യുഹൽ ആയിസ ഹാലിയൻ തമ്മ തസ്ലീമുൽ ബൈത്തിൻ ജദീദ് ബനാഹു തുല്ലാബു മദ്രസത്തിന. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച വീടിന്റെ സമർപ്പണം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഫി ഹാദിഹിൽ മുനാസിബ അഷ്കുറു ലി വസീറിൽ മാലിയ അല്ലതി ഇഫ്തതഹ ഹഫ്ല. അതെ, ആരാണ്? ആ ധനവകുപ്പ് മന്ത്രി, ധനകാര്യ മന്ത്രിയാണ് എന്ത് നടത്തിയത്? ഇഫ്തിതാഹ്, ഉദ്ഘാടനം നടത്തിയത്. വ ഉഖദ്ദിമു ശുക്ര ലി റഈസിൽ മജ്ലിസിൽ ഖുറവി അല്ലതി റഅസൽ ഹഫ്ല. അതെ, രണ്ടാമതായിട്ട് നന്ദി പറയുന്നത് ആർക്കാണ്? ലി റഈസി മജ്ലിസിൽ ഖറിയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനാണ്. ആരായിരുന്നു അദ്ദേഹം? ആ റഅസുൽ ഹഫ്ല, ആ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു. അടുത്തതായിട്ട് ഖദ് അൽഖ ഉദുവുൽ മജ്ലിസുൽ ഖറിയ വ അമീനുൽ മുദർരിസീൻ കലിമാത്തു തഹാനി. ആരൊക്കെയാണ് നന്ദി വാക്കുകൾ കലിമത്തു തഹാനി നടത്തിയിട്ടുള്ളത്? ഒന്ന് അമീനുൽ മുദർരിസീനാണ്. അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറാണ്. ഓക്കെയാണോ? അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറാണ്. അടുത്തതായിട്ട് അഷ്കുറു ഹുന ശുക്രൻ ജസീലൻ വ അഷ്കുറു ഐളൻ ലിനാദിറിൽ മദ്രസത്തി അല്ലതി അൽഖ കലിമത്തു തർഹീബ് നടത്തിയ നമ്മുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപകന് ഞാൻ നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അഷ്കുറുക്കും ജമിയാൻ. ഇതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സംഘാടക സമിതിയുടെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു എന്ന ആരുടെ പ്രഭാഷണമാണ്? ഹംദാന്റെ വാക്കുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് തയ്യാറാക്കണം? ഇതുപോലെയുള്ള ഒരു ബർനാമിജ് നമ്മൾ തയ്യാറാക്കണം. നോക്കാം, നമുക്ക് തുടങ്ങാം. ആരാണ് തർഹീബ്? കലിമത്തു തർഹീബ്, സ്വാഗത ഭാഷണം നടത്തി സംസാരിച്ചത് ആരാണ്? പറഞ്ഞോളൂ, ആരാണ് സ്വാഗത ഭാഷണം നടത്തിയത്? അത് നാദിറുൽ മദ്രസയാണ്. ആരാണ്? നാദിറുൽ മദ്രസയാണ് സ്വാഗത ഭാഷണം നടത്തി സംസാരിച്ചത്. നമ്മൾ എഴുതുന്നു നാദിറുൽ മദ്രസ. നാദിറുൽ മദ്രസ. അടുത്തതായിട്ട് ആരാണ് ആ യോഗത്തിന്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരായിരുന്നു യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്? നമുക്കിവിടെ കാണാൻ പറ്റും. ഉഖദ്ദിമു ശുക്ര ലി റഈസിൽ മജ്ലിസിൽ ഖറിയ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അല്ലദി റഅസൽ ഹഫ്ല, ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച ആരാണ്? ആ റഈസുൽ മജ്ലിസിൽ ഖറിയ. നമ്മൾ എഴുതുന്നു, ആരായിരുന്നു അധ്യക്ഷൻ? റഈസു മജ്ലിസിൽ ഖറിയ. അടുത്തതായിട്ട് ഇഫ്തിതാഹ്, ഉദ്ഘാടന കർമ്മം നടത്തിയത് ആരായിരുന്നു? ആ യോഗത്തിന് ഉദ്ഘാടന കർമ്മം നടത്തിയത് ആരായിരുന്നു? നമുക്കിവിടെ കാണാൻ പറ്റും. അഷ്കുറു ലി വസീറിൽ മാലിയ, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അല്ലദി ഇഫ്തതഹൽ ഹഫ്ല, ഈ യോഗത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച ആർക്ക്? ആ ധനകാര്യ മന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. വസീറുൽ മാലിയ.
അടുത്തതായിട്ട് നമ്മൾ കണ്ടെത്താനുള്ളത് തഹാനിയാണ്. എന്താണ്? നഹാനി അല്ല കേട്ടോ, തഹാനി. ആശംസാ വാക്കുകൾ അറിയിച്ച് സംസാരിച്ചത് ആരൊക്കെയാണ്? നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആരാണ്? അളവുൽ മജ്ലിസിൽ ഖറിയ വ അമീനുൽ മുദരിസീൻ. ഓക്കെ, അമീനുൽ മുദരിസീനും അതോടൊപ്പം തന്നെ അളവു മജ്ലിസുൽ ഖറിയ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമാണ് അവിടെ ആശംസകൾ അറിയിച്ച് സംസാരിച്ചത്. നമുക്ക് എഴുതാം അളവു മജ്ലിസുൽ ഖറിയ. അളവു അതോടൊപ്പം തന്നെ ഒരാളും കൂടെ ഉണ്ട്. അതാരാണ്? അമീനുൽ മുദരിസീൻ. അമീനുൽ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറി ട്ടോ. ഇനി ഈ യോഗത്തിന് നന്ദി പറഞ്ഞ ഒരാളുണ്ട്. ആരായിരുന്നു ആ യോഗത്തിന് നന്ദി പറഞ്ഞിട്ടുള്ളത്? കെലിമത്തു ശുക്ർ, അത് ഹംദാനാണ്. ഹംദാനാണ് നന്ദി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഹംദാൻ എന്ന് എഴുതുന്നു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എഴുതി ഒരു കള്ളിയിലാക്കി കഴിഞ്ഞാൽ മക്കളെ ബർണാമിജ് കംപ്ലീറ്റ് ആയി. ഈ രീതിയിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഷുവറാണ് എന്ന് നമ്മൾ കരുതാണ്. തർഹീബ് വേണം, റിയാസ വേണം, ഇഫ്തിതാഹ്, തഹാനി, ശുക്ർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ്, തൊട്ട് മുമ്പുള്ള പാരഗ്രാഫ് നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആരൊക്കെയാണ് ഇഫ്തതഹ ഉദ്ഘാടനം കഴിച്ചത്, അതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിച്ചത്, കെലിമത്തു തഹാനി, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മളൊന്ന് കണ്ണോടിച്ച് വായിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. അതൊരു ബുദ്ധിമുട്ടാണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയൊരു വീഡിയോ ആണ്. പരീക്ഷ നാളെയാണ്. പരീക്ഷ എളുപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാം.